ഹരിയാനയിലെ സീറ്റ് കോഴ വിവാദത്തിൽ കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം ആരാഞ്ഞതിന് കൈരളി മാധ്യമപ്രവർത്തകന് നേരെ കയ്യേറ്റ ശ്രമം. മറ്റ് മാധ്യമപ്രവർത്തകർക്ക് കോൺഗ്രസിന്റെ വാക്പോരും. കോൺഗ്രസ് പ്രവർത്തകരുടെ അതിക്രമം ഇടുക്കി രാജകുമാരിയിലാണ് ഉണ്ടായത്. ഇതാ ആ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി അഖിൽ ടി.എസിന് നേരെയാണ്. ആദരണീയനായ എ.ഐ.സി.സിയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള ബഹുമാനായ കെ.സി. വേണുഗോപാൽ എം.പി. അവർ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പ്ലീസ് സ്റ്റേജിന് മുമ്പിൽ സംസാരിക്കുന്നവർ പ്ലീസ് പ്രവർത്തകർ രാവിലെ പറഞ്ഞു ഈ ചാനലിന് പ്രിയപ്പെട്ടവരെ, പ്രവർത്തകർ പോകാമോ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദരണീയനായ എ.ഐ.സി.സിയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ കാര്യങ്ങളുടെ ഇതിപ്പോൾ അഖിൽ ടി.എസ് കൂടി ചേരുകയാണ്. അഖിൽ, ഇതാ ഈ സീറ്റ് കോഴയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, അതിലെ ചോദ്യങ്ങൾ കോൺഗ്രസിനെ വളരെ അധികം അലോസരപ്പെടുത്തുന്നു. അതിന്റെ പ്രതിഫലനമാണ് അഖിലിന് നേരെയുണ്ടായ ഈ കയ്യേറ്റ ശ്രമം. എന്തായിരുന്നു സംഭവിച്ചത്? അക്ഷയ്, തീർച്ചയായും ഇന്ന് വൈകുന്നേരം അല്പസമയം മുമ്പ് രാജകുമാരിയിലായിരുന്നു സംഭവം നടന്നത്. രാജകുമാരിയിൽ ഉടുമ്പൻചോലയിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സേനാപതി വേണുവിന്റെ പ്രചരണാർത്ഥം എത്തിയതായിരുന്നു AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. കെ.സി. വേണുഗോപാൽ എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനെത്തി. ആദ്യം ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം മറുപടി പറഞ്ഞു. സർക്കാരിനെ പഴിചാരിയാണ് മറുപടി പറഞ്ഞത്. അതിനുശേഷമാണ് കൈരളിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു ചോദ്യം ഉണ്ടാകുന്നത്. ഹരിയാനയിലെ സീറ്റ് കോഴ വിവാദത്തിൽ താങ്കളും ഒരു ആരോപണ വിധേയനാണല്ലോ, എന്താണ് പറയാനുണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് രാവിലെ പറഞ്ഞിരുന്നുവെന്ന്. അതിനുശേഷം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അനസലി, അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായുള്ള അനസലി ഇപ്പോഴും അദ്ദേഹത്തിനൊപ്പമുണ്ടോ, അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ടോ, അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ പണം വാങ്ങിയിട്ടുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം എന്ന രീതിയിൽ നമ്മൾ ചോദ്യം ചോദിക്കുന്നു. ഈ ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറി അദ്ദേഹം നടന്നു പോകുന്നു. എന്നാൽ ഈ ചോദ്യം ചോദിച്ചതിൽ വികാരം പൂണ്ട്, ഈ ചോദ്യം ചോദിച്ചതിൽ പ്രകോപിതരായിട്ടാണ് UDF പ്രവർത്തകർ, ഒരു കൂട്ടം UDF പ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ ആദ്യം എനിക്ക് നേരെ വന്നു. അതിനുശേഷം മറ്റ് മാധ്യമപ്രവർത്തകർക്ക് നേരെയും കയർത്തുകൊണ്ട് വരുന്നത് വലിയ രീതിയിലുള്ള കയ്യേറ്റ ശ്രമത്തിലേക്കും എത്തുകയുണ്ടായി. ചില മാധ്യമപ്രവർത്തകർക്ക് ഉന്തിലും തള്ളിലും പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ചോദ്യങ്ങളെ ഭയക്കുന്ന ഹരിയാന സീറ്റ് കോഴ വിവാദം നിലവിൽ UDFനെയും കെ.സി. വേണുഗോപാലിനെയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ചോദ്യങ്ങളെ ഭയക്കുന്ന ഒരു നില നിലവിൽ UDFിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണം വേണം ഇപ്പോൾ രാജകുമാരിയിൽ അല്പം മുമ്പ് സംഭവിച്ച കാര്യങ്ങളെ വിലയിരുത്തേണ്ടത്. ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇതിനു മുമ്പ് ഉച്ചയ്ക്ക് എറണാകുളത്ത് വെച്ച് ഇതേ ചോദ്യം ആരാഞ്ഞപ്പോൾ കൈരളി റിപ്പോർട്ടർക്ക് നേരെ കയർക്കുന്ന സംഭവം ഉണ്ടായി. ഇതേ രീതിയിൽ തന്നെയാണ് നിലവിൽ രാജകുമാരിയിൽ സംഭവിച്ചിരിക്കുന്നത്. കെ.സി. വേണുഗോപാലിനോട് ചോദ്യം ചോദിക്കുന്നു. സീറ്റ് കോഴ വിവാദത്തിൽ താങ്കൾ ആരോപണ വിധേയനാണല്ലോ, എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളതെന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുന്നില്ല. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അനസലി ഇപ്പോഴും പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തുണ്ടോ, അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ടോ, അത്തരത്തിൽ മാറ്റിയിട്ടുണ്ട് എങ്കിൽ ആ തുക അദ്ദേഹം മേടിച്ചു എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം എന്നുള്ള രീതിയിൽ രണ്ടാമതും ചോദ്യം ചോദിക്കുന്നാൽ ഇതിനൊന്നും കൃത്യമായി മറുപടി നൽകാതെ അദ്ദേഹം പോകുന്നു. അദ്ദേഹം കൈരളിയെ പഴിചാരി നിങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉള്ളത് എന്ന രീതിയിൽ കൈരളിയെ പഴിചാരി അദ്ദേഹം പോകുന്നു. ഈ ചോദ്യത്തിൽ പ്രകോപിതരായി ചുറ്റും നിന്ന കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് കൈരളിക്ക് നേരെയും മറ്റു മാധ്യമ പ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റ ശ്രമവുമായി എത്തുന്നത്. ആദ്യം കൈരളിക്ക് നേരെ കൂക്കിവിളികളും അധിക്ഷേപങ്ങളും കയ്യേറ്റ ശ്രമങ്ങളുമായി എത്തുന്നു. മറ്റു മാധ്യമങ്ങൾ എത്തിയതോടുകൂടി മാധ്യമങ്ങളെല്ലാം തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിലേക്ക് ഉണ്ടാകുന്നു. തിരിച്ച് മാധ്യമങ്ങൾ പ്രതികരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ സമാധാനപരമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. DCC പ്രസിഡന്റ് CP മാത്യു അടക്കമുള്ള ആളുകൾ നേരിട്ടിടപെട്ട് ആളുകളെ പിന്തിരിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യം കടന്നിരുന്നു. എന്തുതന്നെയായാലും കൈരളിയുടെ അടക്കമുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ ഇപ്പോഴും AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ കെ.സി. വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ ഭയക്കുന്നു. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ അവരെ അലോസരപ്പെടുത്തുന്നു. ഹരിയാന സീറ്റ് കോഴ വിവാദം ഒരു തരത്തിൽ മൂടിക്കൊണ്ട് വന്നപ്പോഴാണ് കൈരളി ഇത്തരത്തിൽ പുതിയ വാർത്തയുമായി വരുന്നത്, പുതിയ സത്യങ്ങൾ പുറത്തുവിടുന്നത്, പണം നൽകിയതടക്കമുള്ള തെളിവുകൾ കൈരളി പുറത്തുവിടുന്നത്. ഈ കൈരളി പുറത്തുവിട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് കെ.സി. വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ. ഇതിനെ ചോദ്യങ്ങളെ, ഓരോ കേന്ദ്രങ്ങളിലെയും ചോദ്യങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളത് ഇപ്പോൾ കയ്യേറ്റ ശ്രമത്തിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. അക്ഷയ്, തീർച്ചയായിട്ടും അഖിലിത, ഇന്നലെ ഈ ഇലക്ഷൻ സ്ക്വാഡ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി സംസ്ഥാനത്ത്. അപ്പോൾ ഇത് ഇവരുടെ ഒരു പതിവാണ്. ഇവർക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നവരെയും ഇവർക്ക് എതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നവർക്കെതിരെയും
കായികമായിട്ട് ആക്രമണം അഴിച്ചുവിടുക എന്നൊരു നിലയിലേക്ക് കോൺഗ്രസ് പോവുകയാണ്. പക്ഷേ ഇതിനെ തടയിടാനായിട്ട് നേതൃത്വം ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും ഈ ഹരിയാന സീറ്റ് കോഴയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ആരോപണം ഉയരുന്നത് ഈ AICC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള KC വേണുഗോപാലിനെതിരെയാണ്. ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ PA അനസ് അലിയുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ, തെളിവുകൾ പുറത്തേക്ക് വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് നടപടി സ്വീകരിച്ചിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് ഇത്തരം അലോസരമുണ്ടാക്കുന്നത്. ഈ അഖിലിനെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം നടക്കുമ്പോൾ KC വേണുഗോപാൽ ആ സ്ഥലത്തുണ്ടായിരുന്നോ? മറ്റ് നേതാക്കൾ ആരെങ്കിലും ഇതിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായോ? അക്ഷയ്, തീർച്ചയായും കോൺഗ്രസ് നേതാക്കളെ ഏറ്റവും അലോസരപ്പെടുത്തുന്ന കാര്യമെന്നാൽ ഈ ഗൗരവ് കുമാർ ഇത്തരത്തിലൊരു പരാതി നൽകുന്നു. ആ പരാതി ആദ്യം കേരളത്തിലടക്കം എത്തി വാർത്താ സമ്മേളനം നടക്കുന്നു. ഈ വാർത്തയെ മാധ്യമങ്ങൾ ആരും തന്നെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അതിനുശേഷം കൈരളിയാണ് ഇത് എക്സ്ക്ലൂസീവ് ന്യൂസായി പണം നൽകിയ തെളിവുകളും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളും അടക്കം വിട്ടുകൊണ്ട് ഈ വാർത്ത വീണ്ടും പുറത്തു കൊണ്ടിരുന്നത് കൈരളിയാണ്. അതിൻ്റെ എല്ലാ അമർഷവും കൈരളിയോട് AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനും കോൺഗ്രസ് നേതാക്കൾക്കുമുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ വാർത്ത പുറത്തേക്ക് വരുന്നു. നിലവിൽ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യമാണ്, തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഘട്ടമാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ഒരുപാട് കോൺഗ്രസിൽ നിലനിൽക്കുന്നു. ഈ പ്രതിസന്ധികൾക്കിടയിലാണ് ഇത്തരത്തിൽ വലിയൊരു ആരോപണം കൂടെ KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും അടക്കം പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ഇത്തരത്തിലൊരു വലിയ ആരോപണം മുൻപോട്ട് വരുന്നത്. ആകെ മൊത്തം ഗൗരവ് കുമാറിന്റെ ആരോപണ പ്രകാരം 7 കോടി രൂപ കോൺഗ്രസ് നേതാക്കൾക്ക് സീറ്റ് വിട്ടു നൽകുന്നതിന് നൽകി എന്നുള്ളതാണ് ഗൗരവ് കുമാറിന്റെ ആരോപണം. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണം കൈരളി ന്യൂസാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഈ കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന വാർത്തയ്ക്കെതിരെ ഇപ്പോൾ കയ്യേറ്റ ശ്രമത്തിലൂടെ വാർത്ത ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നിലവിൽ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിന്റെ പ്രവർത്തകരും അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സീറ്റ് കോഴയെ സംബന്ധിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ നേതാക്കൾ ഒഴിഞ്ഞു മാറുന്നു. അതിനപ്പുറത്തേക്ക് വയനാട്ടിലെ മുണ്ടക്കിയിലെയും വീട് നിർമ്മാണത്തെ പറ്റി ചോദിച്ച ചോദ്യത്തിനും കൃത്യമായ മറുപടി KC വേണുഗോപാൽ നൽകിയിരുന്നില്ല. അതിനപ്പുറത്താണ് ഇപ്പോൾ സീറ്റ് കോഴയെ പറ്റിയുള്ള ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം ആ മാധ്യമപ്രവർത്തകർക്ക് നൽകിക്കൊണ്ടിരുന്ന ബൈറ്റ് അവസാനിപ്പിക്കുന്നു. അദ്ദേഹം നടന്നു നീങ്ങുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ കയ്യേറ്റ ശ്രമം ഉണ്ടാകുന്നത്. മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടാകുമ്പോൾ KC വേണുഗോപാൽ സമീപ പ്രദേശത്ത് തന്നെ വാഹനത്തിൽ അടുത്ത പോയിന്റിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രവർത്തകർ കയ്യേറ്റ ശ്രമം നടത്തുമ്പോഴും ഒരു തരത്തിലും അവരെ പിന്തിരിപ്പിക്കാനോ അവരെ പിടിച്ചു മാറ്റുന്നതിനുള്ള ഒരു നടപടികളും നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഇല്ലാതാക്കുക എന്നുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുണ്ട്. ആ അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ആരോടും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള, ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ആരായാനുള്ള അവകാശം മാധ്യമപ്രവർത്തകർ എന്ന നിലയിലും പൗരന്മാരെന്ന നിലയിലും ഓരോ മനുഷ്യർക്കുമുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മൾ ചോദ്യം ചോദിക്കുന്നു. എന്നാൽ ആ ചോദ്യങ്ങളോട് തീർത്തും അലോസരപ്പെടുത്തിക്കൊണ്ട് തീർത്തും ആണെങ്കിൽ അക്രമ സ്വഭാവത്തിലൂടെ പ്രതികരിക്കുന്ന രീതിയാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമടൊപ്പം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കൈരളിയുടെ ചോദ്യങ്ങൾ അവസാനിക്കില്ല. ഇനി അടുത്ത പോയിന്റിൽ എവിടെയാണോ KC വേണുഗോപാൽ ഉള്ളത്, ഇനിയും നമ്മൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന്റെ അഭിപ്രായം ആരായാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത്തരത്തിൽ ഈ ആരോപണങ്ങൾക്കുള്ളിൽ നിന്നും ഒരു തരത്തിലും ഒഴിഞ്ഞു മാറാനായി ഒരു കോൺഗ്രസ് നേതാക്കളെയും കൈരളി അനുവദിക്കില്ല. കൃത്യമായ മറുപടി നമുക്ക് ലഭിക്കുന്നതുവരെ, അല്ലെങ്കിൽ കൃത്യമായ മറുപടി പൊതുജനങ്ങളിൽ എത്തുന്നതുവരെ കൈരളി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അക്ഷയ്.